ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഉത്രാട ദിനമാണ്. രാവിലെ കുളിച്ചിട്ടില്ല, പക്ഷെ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ്. നാട്ടിലിപ്പോൾ ഉച്ചയായിട്ടുണ്ടാവും, ഉച്ച 2-3 മണിയൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ എത്ര 10 മണിയായി സമയം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഇവിടെ ലണ്ടൻ സൈഡിലൊന്നും പോലുള്ള പോലെ പൂക്കളൊന്നും ഇടാനുള്ള സ്കോപ്പ്, അതായത് പൂക്കളൊന്നും കിട്ടില്ല, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൂക്കളങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ നമ്മുടെ തന്നെ ഗാർഡനിൽ നിന്ന് നമ്മൾ പൂക്കളിടാതെങ്കിലും ഓണം ആഘോഷിക്കുക എന്നുള്ള ഒരു ചെറിയ വിഷമം കാരണം തന്നെ നമ്മുടെ ഗാർഡനിലുള്ള ചില ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ പൂക്കളം വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇവിടെ ഫുൾ മഴയാണ് എല്ലാ സമയത്തും. അപ്പോൾ നമുക്ക് പുറത്തൊന്നും പൂക്കളിടാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ ചില ദിവസങ്ങളിൽ സണ്ണി ആവുമെങ്കിലും ഇന്നത്തെ കാലാവസ്ഥ വളരെ മൂടിയാണ്. അതായത് ഇന്ന് മഴ പെയ്യാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഫുൾ കാറാണ്. അപ്പോൾ എന്നാലും നമ്മൾ തോറ്റു കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പൂക്കളം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. പൂക്കളില്ലാതെ എന്തോണം എന്നുള്ള ആ സംഭവം. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ്. ആമി ജസ്റ്റ് എണീറ്റ് വന്നിരിക്കുകയാണ്. ഫ്ലവേഴ്സാണ്. പിന്നെ ഇവിടുത്തെ ഫ്ലോറൊക്കെ ഇങ്ങനെ വുഡൻ ഫ്ലോർ ആയിരിക്കും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചൊന്ന് ഒരു ചെറിയ പൂക്കളം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ പൂക്കളം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതുള്ള പൂക്കളൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ റെയർ കളേഴ്സാണ്. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ബ്ലൂ കളറിലുള്ള പൂക്കൾ, മറ്റേ പിങ്കും കൂടിയ കളറ്, ഇങ്ങനെ ബ്ലൂ കളറ്, ലൈറ്റ് ബ്ലൂ കളറ് കിട്ടുന്നില്ല അല്ലേ. ഇതൊരു പ്രത്യേക ടൈപ്പ് കളറാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനൊരു ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് കറക്റ്റ് കളറായത്. ഇങ്ങനൊരു കളർ. പക്ഷേ ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യണം, എന്ത് പൂവിടണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. കട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള സമയവും ഇല്ല. ഇങ്ങനത്തെ ഫ്ലവേഴ്സ് കുറച്ചധികം പോലത്തെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ബൊക്ക വാങ്ങിച്ചു. അതിന് കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ്, ജമന്തി പോലത്തെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ പല കളർ നാട്ടിലുണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. ഇതൊക്കെ വെച്ച് ഞങ്ങളൊരു ഏകദേശം ഇത്ര വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യണം. ഇത്ര കിട്ടും എന്നറിയാതെ നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു റൗണ്ട് എത്തിയാലല്ലേ അറിയൂ. ഇതാണ് നമ്മുടെ ഓണം പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രേ പറ്റിയുള്ളൂ. ഇനി കുറച്ച് പൂവൊക്കെ ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഭേദപ്പെട്ട ഡിസൈൻ എത്തിയപ്പോൾ നിർത്തിയതാണ്. പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സൈലി, എൻ്റെ അവളുടെ ഹസ്ബൻഡ് കൂടാണ് വന്നിരിക്കുന്നത്. That's true. This is looking good. What do you think a British person will say if she sees this? Taste this? Yeah. They will say it's good. രസമൊക്കെ പിന്നെ എടുക്കാം. സാമ്പാറല്ലേ എടുക്കാം. So as you can see, the things are really looking good. നിങ്ങൾ വിചാരിക്കും അറിയില്ല, ആൾക്കാർ വരുന്നതിന് മുമ്പ് എന്താ ചോറ് വിളമ്പണം. പക്ഷേ അവിടെ ഇരുന്നിട്ട് വിളമ്പാനുള്ളൊരു സൗകര്യം അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ആദ്യമേ വിളമ്പി. പിന്നെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കാൻ വിചാരിച്ചു. പിന്നെ 2 പേരും മലയാളീസ് അല്ലായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഇറങ്ങി ഇടയിൽ കയറി വിളമ്പണതൊരു സുഖാവില്ല വിചാരിച്ചു. അങ്ങനെ മൊത്തം സെറ്റാക്കിയിട്ടാണ് അവർ ഇങ്ങോട്ട് വിളിച്ചത്. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് കഷ്ടപ്പെട്ട് ചെയ്തതൊന്നുമല്ല, കാറ്ററിങ് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തതാണ്. As you can see, this is what is gonna happen. Now there are people chatting in here. Say hi. Hi. Yeah, and then we have put flower. Yeah. Yeah, I did. We are waiting for you. I need your company. ആക്ഷൻ വ്ളോഗ് ആണ് കേട്ടോ. ഒരു ചെയർ വേണം. ഞാൻ എടുത്തിട്ട് വരാം. ആർക്കാണ്? അല്ല, ഇവിടെ ഒരു ചെയർ
ഇത്ര നല്ല ട്രഡീഷണൽ ആയിരുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എടുക്കാതിരിക്കും വിചാരിച്ചെടുത്താണ്. പായസത്തിന് കൂടെ പഴമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഫെബയുടെ അനിയൻ ആണത്. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ തമാശ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എനിക്കാണ് അവിടെ വിളമ്പി വെച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോക്കി നിൽക്കെ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ പാടെ രസമായിരുന്നു. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവർ ഞാൻ കഴിക്കണം എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണത്. അങ്ങനെ രസമായിരുന്നു സംഭവം മൊത്തത്തിൽ. അങ്ങനെ ഫെബയ്ക്ക് എണീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നൊക്കെ ഭക്ഷണം കഴിച്ച് വയറാകെ ഇതായിട്ട് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ആകെ അവിടെ എല്ലാവരും പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർക്ക് ആർക്കും നോയും പറയാൻ വയ്യാണ്ട് 2 ഗ്ലാസ് പായസവും ഒക്കെ പാടായിട്ട്. അപ്പോഴേക്കും നമ്മുടെ വൈബായിട്ട് നമ്മുടെ ജോബിനും ഫെബയുടെ അനിയനും വന്നു പാട്ടൊക്കെ തൊട്ടു. Just when we house, You can do it. Yeah. we just send hi. I'll search up the house on Google. There is no more connection, so I don't know. Lyrics Maybe are he like- came when, but that time I was like working from home. I have found the word. Yeah, actually they have a കുടയും എടുത്ത് ചെറുനാളൊരു കാലൊരു നടന്നൊരു പെണ്ണെ yes. കയ്യിൽ വരവഴിട്ട് കൊണ്ട് വരച്ച് പിന്നെ വാർമൊഴിയിൽ വിരിച്ച് മുളച്ചേനുള്ള പാവാടയിട്ട് ആ കൊണ്ടതും പാവാട ഇല്ലില്ല. So we know the company. പെണ്ണെ കൊണ്ടുപോയോ ഒരു കൂടെയും എടുത്ത് ചെറുനാള എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇതിനുള്ളിൽ പോകാലോ Why are you testing this side? Because we is also It doesn't matter which one. there. Okay, both same. വീണ പോലും പഴയൊരു തമ്പുരുതേ.
പഠിക്കൂ. ഓക്കെ. അല്ലിയാമ്പൽ കടൽവീലം നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗം കരിക്കും വെള്ളം നമ്മുടെ You can also sing. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിലിരുന്ന് നല്ല അടിപൊളിയായി വൈബടിച്ച് ഞങ്ങൾ അങ്ങനെ ഏറെക്കുറെ നമ്മുടെ ഓണാഘോഷത്തിനൊരു എൻഡായി. അത്രേ ഉള്ളൂ ഗൈസ്.